ഹായ് ഹലോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 2.5 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാകും ഗൈസ്. വളരെ കുറച്ച് ലേറ്റായി പോയി പോസ്റ്റാക്കാൻ. നമ്മൾ സൽമാൻ എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്ന്. സൽമാൻ നമ്മൾ സ്കോട്ട്ലാൻഡിൽ ഗ്ലാസ്ഗോയിൽ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 8 ദിവസം ഞങ്ങളൊപ്പം ഇവിടെ ലണ്ടനിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ? അതെ, ഇന്ന് ന്യൂ ഇയർ ആണ് ഗൈസ്, അതായത് ഇന്നല്ല നാളെ. സോ ഫയർ വർക്ക്സ് കാണാൻ പോവുകയാണ്, 12 മണിക്കുള്ള ഫയർ വർക്ക്സ് കാണാൻ. സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് പോയി കാണാനുള്ള പ്ലാനായിരുന്നു ഇപ്രാവശ്യം. പക്ഷേ ടിക്കറ്റൊക്കെ നേരത്തെ സോൾഡ് ഔട്ടായി. പിന്നെ പുറത്തുനിന്ന് കാണാനുള്ള മൂടൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ബട്ട് സൽമാൻ വന്നതല്ലേ, അപ്പോൾ അവനിക്ക് കാണാനൊക്കെ ഒരു ആഗ്രഹം. ശരി, ഓക്കെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ബോക്സോളാണ് പോയത്. അവിടെ നിന്ന് കുറച്ചൊരു വ്യൂ ഉണ്ട് എന്ന് കേട്ടു. നമ്മൾ മുന്നേ പോയ സ്ഥലത്തിൻ്റെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുന്നേ പോയ സ്ഥലത്ത് നിന്ന് കണ്ട അത്ര വ്യൂവും എനിക്കിവിടെ തോന്നിയില്ല കേട്ടോ. എനിക്ക് എൻ്റെ മുന്നിൽ നിൽക്കുന്നൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്കാരായിരുന്നു ഗൈസ്. അതുകൊണ്ട് എനിക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിവേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 12 മണിയായി. അങ്ങനെ എൻ്റെ ഷെഫീഖാൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് ഗൈസ് ഇന്ന്. ഞാൻ, ഷെഫിക്ക, സൽമാൻ, അർഷാദ്, നിഹാൽ. ഇപ്രാവശ്യം ഞങ്ങൾ ഈ 5 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അജുവിന് വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ നദീറിന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്രൗഡ്, തണുപ്പ് എന്നുള്ളതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതിന് വലിയ മൂഡ് കെട്ടാതിരുന്നത് കേട്ടോ. പക്ഷേ സംഭവം നല്ല രസമാണ് കാണാൻ. പിന്നെ ക്രൗഡിൻ്റെ ഒരു വൈബും രസമാണ്. ഞാനിതാ ഷെഫീഖാൻ്റെ ഷോൾഡറിൽ ഇരുന്നിട്ട് കേട്ടോ ഞാൻ പകുതി മുക്കാൽ ഫയർ വർക്ക്സും കണ്ടത്. ബിക്കോസ് താഴെ നിന്നും എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ. സ്കൈ ഫുള്ള് നിറഞ്ഞു നിൽക്കുമായിരുന്നു ഫയർ വർക്ക്സ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ലെഫ്റ്റ് സൈഡിലായിട്ട് പലസ്തീൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയർ പരിപാടി. ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അവരുടെ എന്താണതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ബട്ട് അവരുടെ ലാംഗ്വേജിലുള്ള ഒരു പരിപാടിയായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം പിന്നെ അവിടെ പോയി നിന്നു. ഫ്ലാഗ് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വീശണുണ്ട് കേട്ടോ. അവൻ പറയേണ്ടത് ഇത് ഇങ്ങനെ പാറിക്കുന്ന പരിപാടിയല്ല എന്നൊക്കെ. എനിവേ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോകാൻ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സ്വാഭാവികം കുറേ ട്രെയിനുകൾ ഇല്ലായിരുന്നു, ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനും ബസ്സിൻ്റെ റൂട്ടൊക്കെ ആണെങ്കിലും ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാഗ്രഹം, ഇവിടെ UK എത്തിയിട്ട് ഇതുവരെ സൈക്കിൾ ഓടിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് സൈക്കിൾ ഓടിച്ചാലോ എന്നൊരാഗ്രഹം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ക്രോയിഡോൺ വരെ, നമ്മളെ ലണ്ടനിൽ നിന്ന് ക്രോയിഡോൺ വരെ സൈക്കിൾ ഓടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു യെസ്, ഞാൻ ഓടിക്കുന്നത്. അങ്ങനെ ആ ഒരു പൊലിവിന് നമ്മൾ സാൻഡൻഡറിൻ്റെ സൈക്കിളാണ് എടുത്തത്. ഇതാ പോകുന്ന വഴിക്ക് കുറേ സെക്യൂരിറ്റിൻ്റെ പല വിധത്തിലുള്ള വേർഷനും കാണാം കേട്ടോ. കുതിരപ്പുറത്തൊക്കെ പോകുന്ന കാണാം. എനിവേ നമ്മൾ അങ്ങനെ സാൻഡൻഡറിൻ്റെ സൈക്കിൾ എടുത്തു. അപ്പോൾ £1.65 ആണ് 30 മിനിറ്റ്സിന്. പിന്നെ അതിൽ ഡേ പാസ് 3:30 കണ്ടു കേട്ടോ. ഒരു £3.30 നമുക്ക് ഒരു ഡേ പാസ് കണ്ടപ്പോൾ ഞങ്ങൾ അതെടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ലേറ്റായിട്ട് ലണ്ടൻ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ വന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വൈബ് പിടിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ലണ്ടൻ്റെ അടുത്ത് കൂടെയുള്ള റൂട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ആ റൂട്ടൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ബിക്കോസ് ബസ്സിലും ട്രെയിനിലൊന്നും പോകുമ്പോൾ നമ്മളങ്ങനെ പുറമേ ഒന്നും നമുക്ക് ശ്രദ്ധിക്കാറില്ല. നമ്മളെന്നല്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ എന്തായാലും സൽമാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ആൾ ഫുൾ ഓണായിരുന്നു.
ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ നമ്മൾ സൈക്കിൾ നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ദിവസം വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു കേട്ടോ. സാധാരണ ഉള്ളതിനേക്കാളും തണുപ്പ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതാ കാണുന്നത് ഷാഡാണ് കേട്ടോ. നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളി ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിയാണ്, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ആ ഡേ ഭയങ്കരമായിട്ട് അടിപൊളിയായി തോന്നുന്നത്. അതിനുശേഷം ഞങ്ങൾ ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും എവിടെയെങ്കിലും നിർത്തിയിട്ട് ഇതേപോലെ കുറേ നേരം ഇരുന്ന് ഓരോ കഥ ഇട്ടുകൊണ്ടിരിക്കും ഗൈസ്. ബിക്കോസ് ഭയങ്കര ടയേർഡായിരുന്നു. എന്തായാലും സൈക്കിൾ ഓടിക്കേണ്ട ആഗ്രഹം തീർന്നു കിട്ടി ഗൈസ്. അത്രയധികം ടയേർഡായിട്ടോ. ഇനി നമ്മൾ ക്രോയിഡോണിൽ സാൻഡൻഡറിൻ്റെ സ്റ്റോപ്പില്ലാത്തതുകൊണ്ട്, അതിൻ്റെ സ്റ്റേഷൻ അതില്ലാത്തതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് എനിക്ക് കറക്റ്റായിട്ട് ആ സ്ഥലം ഏതാണെന്ന് ഓർമ്മയില്ല, അവിടെയാണ് നമ്മൾ സൈക്കിൾ നിർത്തിയത്. അതിനുശേഷം ഒരു ബസ് എടുത്ത് വന്നു കേട്ടോ. അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ട് ഷെഫീഖാൻ്റെ ബർത്ത്ഡേ ജനുവരി 1 നദീറിൻ്റെ ജനുവരി 2 അപ്പോൾ രണ്ടുപേരെ ബർത്ത്ഡേയും കൂടി ഇതാ ഒരുമിച്ച് ആഘോഷിച്ചു. ഈ സാൻഡറിൻ്റെ പാസിൻ്റെ ഒരു കോമഡി ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഡേ പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ £3.30 ശരിക്കും എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നീട് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സ്റ്റേഷനിൽ നിന്ന് വേണമെങ്കിലും സാൻഡറിൻ്റെ സൈക്കിൾ എടുത്തിട്ട് ½ an hour ഓടിക്കാമെന്നാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിം ഡേത്തെ കാര്യമാണ് കേട്ടോ പറയണത്. അതായത് ഇന്ന് ആ പാസ് എടുത്താൽ അത് 24 hours ഉള്ളിൽ തന്നെ എടുത്ത് ഓടിക്കാം എവിടെ നിന്ന് വെച്ചിട്ടായാലും. അതിന് പിന്നീട് അത് വാലിഡ് അല്ല. ബിക്കോസ് നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ 1 day പാസ്സാണ് എഴുതി എടുത്തു. അതിനുശേഷം നമ്മളെ കാർഡിൽ നിന്ന് വീണ്ടും ഡെബിറ്റ് ആവുന്നത് കണ്ടപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. എന്നിട്ട് നമ്മൾ പിന്നെ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവർ റീഫണ്ട് തന്നു, നല്ല ആൾക്കാർ. എനിവേ ഇനി എല്ലാവരും അത് എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഷെഫീഖാക്ക് ഗിഫ്റ്റ് എടുത്തത് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് സൽമാൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇതെൻ്റെ സിസ്റ്റർ അൽഫ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഫ്രെയിംസും അങ്ങനത്തെ നിക്കാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിവേ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.